പിതാവിനും പുത്രനും പരിശുദ്ധനായ സ്തുതി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും ഒന്നിനായ ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ, എത്രയും ബഹുമാനപ്പെട്ട ലിജു അച്ഛൻ, ഡെന്നീസ് അച്ഛൻ, ശുശ്രൂഷകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ക്രിസ്തുയേശുവിൻ്റെ തിരുനാമത്തിൽ ഉന്നമേൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ദിവസം നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുന്നത്. വിശുദ്ധ ബലിയർപ്പിക്കുവാനും വിശുദ്ധാരാധന നിങ്ങളോടൊപ്പമായിരിക്കുവാനും ഭാഗ്യം ലഭിച്ചുവല്ലോ. നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ പുണ്യപ്പെട്ട ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാനും കുറേ ആളുകളെയൊക്കെ പരിചയപ്പെടുവാനും സ്നേഹം പങ്കിടുവാനും സന്തോഷം പങ്കിടുവാനൊക്കെ ഭാഗ്യം ലഭിച്ചു. നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വലിയ നോമ്പിൻ്റെ പവിത്രമായ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പവിത്രമായ ദിനങ്ങളിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഞായറാഴ്ച നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ളതായ തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. സ്നേഹമുള്ളവരെ, വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു വരുമ്പോൾ കഴിഞ്ഞ 4 ഞായറാഴ്ചയും യേശു തമ്പുരാൻ ചെയ്തതായ അത്ഭുത പ്രവൃത്തികളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നേ ദിവസം നടുവിന് വളവ് വന്നതായ കൂനിയായ സ്ത്രീയെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു യേശു തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനത്തിൽ നിന്ന് ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് ഇന്നത്തെ വേദഭാഗം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്: അവൾ ക്ഷണത്തിൽ തന്നെ നിവർന്നു ദൈവത്തെ സ്തുതിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവാലയത്തിലേക്ക്, സംഘാലയത്തിലേക്ക് കടന്നു വന്നതായ കൂനിയായ സ്ത്രീ യേശു തമ്പുരാനെ കാണുകയും യേശു തമ്പുരാന്റെ അടുക്കൽ വന്നിട്ട് യാതൊന്നും ചോദിക്കാതെ അതാ മണ്ണിലേക്ക് തന്നെ തന്റെ കണ്ണുകൾ താഴോട്ട് തന്നെ കുലിച്ചു വെച്ചുകൊണ്ട് തന്റെ ശരീരം മുഴുവൻ വളർന്നു വന്ന് താഴോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായ സമയത്ത് യേശു തമ്പുരാൻ അവളുടെ നേരെ നോക്കി അവളെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വലിയ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു വരുമ്പോൾ കൊത്തിനെ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്നതായ ഓരോ ഞായറാഴ്ചയിലെ ഏതെങ്കിലും ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം അനേകം മക്കളെ സൗഖ്യമാക്കുന്ന ഒരു യേശു തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുടന്തനെ സൗഖ്യമാക്കുകയും കുരുടനെ സൗഖ്യമാക്കുകയും തളർവാദ രോഗിയെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന പൊന്നേശു തമ്പുരാൻ അതാ സംഘാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഞായറാഴ്ച ദിവസം കൂനിയായ ഒരു മകളെ തൊട്ട് സൗഖ്യമാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ആരാണ് ഈ കൂനി? എന്താണ് കൂന്? എന്താണ് ഈ കൂനിന്റെ സ്വഭാവം? ഒരുപക്ഷെ നമ്മളായിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് പല ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരീരം മുഴുവൻ കൂന് ബാധിച്ച് ഒരാളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ സാധിക്കാതെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അത് കുനിഞ്ഞ് നടന്നു പോകുന്നതായ ഒരുപറ്റം ആളുകളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരുവന്റെ മുഖത്ത് നോക്കുവാൻ സാധിക്കില്ല. എന്നാൽ മുഖത്ത് നോക്കണമെങ്കിൽ അത്രമാത്രം കഷ്ടപ്പെട്ട് സഹനം സഹിച്ച് വേദനകൾ സഹിച്ചുകൊണ്ട് മാത്രമാണ് അവൾക്കല്ലെങ്കിൽ അവന് കൂന് ബാധിച്ചവന് ഒരുവന്റെ മുഖത്ത് നോക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, താഴെ മണ്ണിലേക്ക് മാത്രം നോക്കുവാൻ പറ്റുന്ന ഒരുവനെ വിളിക്കുന്ന പേരാണ് കൂനി അല്ലെങ്കിൽ കൂനൻ എന്ന്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ 18 വർഷമായിട്ട് കൂന് ബാധിച്ചതായ ഒരു സ്ത്രീ, ഇവിടെ നമ്മൾ എന്താണ് ബന്ധമുള്ളത്? ഇന്ന് ഏതെങ്കിലും ഭാഗത്ത് വായിക്കുന്നതായ കൂന് ബാധിച്ചതായ ഈ മകളും ഇന്ന് ഞാനും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധമുള്ളതെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഇവൾ ആരാണ്? ഇവളുടെ പ്രശ്നം എന്തായിരുന്നു? ഇവൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവൾ എവിടെയാണ് വന്നത്? ഈ 4 കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ 4-ലെ 3 ഒരുപക്ഷെ ഏതെങ്കിലും ഭാഗം വായിക്കുമ്പോൾ ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ അവസാനത്തെ ഭാഗം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവൾ എവിടെയാണ് വന്നത്? ആ ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ല.
അവൾ വന്നത് സഖാലയത്തിൽ യേശുദമ്പുരാന്റെ മുമ്പിൽ. പ്രിയമുള്ളവരെ, പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ഇവൾ സംഘാലയത്തിൽ വന്നത് മറ്റാരുടെയും കൂടെയല്ല. കഴിഞ്ഞ 4 ഞായറാഴ്ച ദേവകളിൽ ഭാഗം വായിക്കുമ്പോൾ അവിടെ യേശുദമ്പുരാന്റെ സന്നിധിയിൽ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി കടന്നു വന്നതായ ആളുകളെ നോക്കുമ്പോൾ അവരെല്ലാം ഓരോരുത്തരെ എടുത്തുകൊണ്ടുവരുന്നതായിട്ടും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടുവരുന്നതായിട്ടൊക്കെ കാണുവാൻ സാധിക്കുമ്പോൾ, ഈ ഞായറാഴ്ച ദിവസം കൂനിയായ സ്ത്രീ കഷ്ടപ്പെട്ട് സഹനം സഹിച്ച് വേദനകൾ സഹിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് ആരുടെയും കൂടെയല്ല, അവൾ തനിയാണ് വന്നത്. ഇവൾ ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ ആരോടും ഒന്നും പറയുന്നില്ല, ആരോടും ഒന്നും ചോദിക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ വന്നതായ സഹനങ്ങള് വേദനകളൊന്നും ആരോടും പങ്കുവയ്ക്കുവാൻ അവൾ മനസ്സ് കാണിക്കാതെ ദൈവാലയത്തിന്റെ അകത്ത് ഒരു സൈഡിലായി മൂലയിലായി അവൾ കുനിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുദമ്പുരാൻ അവളുടെ നേരെ തിരിഞ്ഞു നോക്കുന്നതായിട്ടും നിന്റെ ലോകത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നതായിട്ടും നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായിട്ടും വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ വലിയ നോമ്പിന്റെ ദിവസത്തിൽ നിങ്ങൾക്ക് പറയുവാനുള്ള ഈ കൂനിയായ സ്ത്രീ നമുക്ക് നൽകുന്നതായ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്, കടപ്പെട്ട ശാബത്ത് ദിവസം ഇവൾ കിടക്കയിൽ കിടക്കാത്തവളായിരുന്നു. കടപ്പെട്ടതായ ശാബത്ത് ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം അവൾക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുക്കപ്പെട്ടതായ ദിവസം, ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതായ ദിവസം അവൾ കിടക്കയിൽ അവൾ സന്തോഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവളുടെ കൂന് അവൾ സഹിച്ചുകൊണ്ട്, അവളുടെ വേദന അവൾ സഹിച്ചുകൊണ്ട് അവൾ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചവളായിരുന്നു ഈ കൂനിയായ സ്ത്രീ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് തമ്പുരാൻ നോക്കുന്ന സ്ഥലത്തായിരുന്നു അവൾ ഇരുന്നിരുന്നത്. നമുക്കറിയാം, ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തമ്പുരാൻ നോക്കിയപ്പോൾ ആദ്യം കണ്ടത് കൂനിയായ സ്ത്രീയായിരുന്നു. ആ കൂനിയായ സ്ത്രീയെ വിളിച്ചിട്ട്, മകളെ, നിന്റെ രോഗത്തിന് സൗഖ്യം വന്നു എന്ന് പറയുന്നതായ നിമിഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണ്? നമ്മളും ഇതുപോലെ ഞായറാഴ്ച ദിവസവും കടപ്പെട്ട ദിവസവും ദേവാലയത്തിൽ വരണം, ദേവാലയത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, വിശുദ്ധ ആരാധനയെ സംബന്ധിക്കണം, വിശുദ്ധ കുർബാനയെ അനുഭവിക്കണം എന്നെല്ലാം ഓരോ പുരോഹിതന്മാരും ഈ മദ്ബഹായുടെ പടികളിൽ നിന്നുകൊണ്ട് പല പ്രാവശ്യം നിങ്ങളോട് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ തന്നെ ഞായറാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചിന്തിക്കും, ഇന്ന് പോയില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലെ? ഇവിടെ ആരെ പേടിക്കണം, അല്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ മറന്നു പോകാതെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ആരാണുള്ളത്? ഇവിടെ എന്തിനാണ് വരുന്നത്? ഇവിടെ ഒന്നുകൊണ്ട് എന്താണ് പ്രയോജനം നമുക്കുള്ളത് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെല്ലാം ഒരു ദേശത്ത് നിന്ന് നമ്മുടെ നാടും വീടും ഉറ്റവരെയും ഉടയവരെയും മാതാപിതാക്കളെ ഒക്കെ ഉപേക്ഷിച്ച് ഈ ഓസ്ട്രേലിയയിൽ മെൽബണിൽ എന്തിനാ വന്നത്? ചില അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛൻ എന്തിനാ വന്നത്? അച്ഛന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അപ്പനെയും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചിട്ട്, അപ്പൻ ഈ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് അച്ഛൻ വന്നത് പെരത്തുപള്ളിയിൽ വികാരിയാകാനല്ലേ, അല്ലേ? നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾക്കൊരു ഉത്തരവുണ്ടാകും, ജോലി ചെയ്യാൻ, പണം ഉണ്ടാക്കുവാൻ, നമ്മുടെ ജീവിതം നിലനിർത്താൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ. അച്ഛൻ കുറ്റപ്പെടുത്തുന്നതല്ല. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഈ ദേശത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, രാവിലെ 8:30 മണിക്ക് നിങ്ങളൊക്കെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ, 9 മണിക്ക് നിങ്ങൾ ഏർപ്പെടുന്ന ജോലിയിൽ ഓഫീസിൽ കടന്നു ചെല്ലണമെങ്കിൽ നിങ്ങൾ എപ്പോൾ ചെല്ലും? 8:55 നിങ്ങൾ ചെന്ന് അവിടെ എന്ത് ചെയ്യും? പഞ്ച് ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജോലിക്ക് ദോഷമുണ്ടാകും, ശമ്പളം കിട്ടത്തില്ല, ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് കടപ്പെട്ട ദിവസമാണ്. ദൈവാലയത്തിൽ പോകുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്നതായ ഒരു ദിവസമാണ്. 7 ദിവസം നിങ്ങൾ ജോലി ചെയ്ത് 8ാമത്തെ ദിവസം യേശുദമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ വിലയെന്താണെന്ന് പലപ്പോഴും ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകുന്നതായ സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വചനോത്സവം എന്ന് പറയുന്നതായ ഒരു യോഗം ഇവിടെ ക്രമീകരിച്ചു, അല്ലേ? അച്ഛനൊത്തിരി സന്തോഷമായി. കുറേയേറെ ആളുകൾ ഇവിടെ വന്നിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമായ ആളുകൾ വന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ ആദ്യത്തെ ദിവസം പറഞ്ഞു ആളുകൾ വളരെ കുറവാണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലെ വൈകുന്നേരം ഒത്തിരിയേറെ ആളുകൾ വന്ന് സന്തോഷം തോന്നുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദേവാലയം എന്ന് പറയുന്നത് എന്താണ്?
ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ നമുക്ക് പറയുവാനുള്ള, മറ്റെങ്ങുമല്ല. ഒരമ്മയുടെ ഗർഭം മാത്രമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വമുള്ള സ്ഥലം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ അമ്മയുടെ ഗർഭപാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതത്വമെന്ന് പിതാക്കന്മാർ വിളിക്കുന്നത് മറ്റെങ്ങുമല്ല, ഈ പുണ്യപ്പെട്ട പരിശുദ്ധ ദൈവാലയങ്ങളാണ്, ദൈവം വസിക്കുന്ന സ്ഥലങ്ങളാണ്, ദൈവം വസിക്കുന്ന, ദൈവമായിരിക്കുന്നതായ ഈ നിമിഷങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള സ്ഥലം. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ പോകണം? നമ്മൾ എങ്ങനെ പോകണം? നമ്മൾ ആരുടെ കൂടെ പോകണം? നമ്മൾ ദൈവാലയത്തിൽ പോകണം, ദൈവത്തെ കാണുവാൻ വേണ്ടി പോകണം. നമ്മൾ ആരുടെ കൂടെ പോകണം? കുടുംബമായിട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ആയിരത്തോ പെരുന്നാളിലെ വിശുദ്ധ ഏവെങ്കിലും ഭാഗങ്ങളൊക്കെ വഹിക്കുമ്പോൾ ആരാണ് ദൈവാലയത്തിൽ പോയത്? ലോകിക രക്ഷിതാവാണ് ദൈവാലയത്തിൽ പോയത്. ആരുടെ കൂടെയാ പോയത്? കുടുംബത്തോടൊപ്പമാ പോയത്. എന്തിനാ പോയത്? പ്രാർത്ഥിക്കുവാനാ പോയത്. ഈ മൂന്ന് കാര്യങ്ങൾ മറന്നു പോകാതെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നിങ്ങൾ ആരും തനിയല്ല പോകേണ്ടത്, മറിച്ച് കുടുംബത്തോടൊപ്പം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു പോകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലുള്ളവരെ, നമ്മുടെ ആത്മശരീര മനസ്സ് ഉന്നതങ്ങളിലേക്ക് ഉയരണമെങ്കിൽ, ഉയരുമ്പോൾ കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ നേരെ തിരിയണമെങ്കിൽ, പൂർണ്ണമായും ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പലപ്പോഴും ദൈവം തിരഞ്ഞ് കൂനിയായ സ്ത്രീയെ നോക്കിയതുപോലെ നമ്മുടെ ജീവിതത്തെ നോക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും രോഗത്തിന്റെ അംശം കടന്നു വരുമ്പോൾ, വേദനയും പ്രയാസവും കടന്നു വരുമ്പോൾ പലരും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവമേ, ഞാൻ ഇന്നലെ വരെ ദൈവാലയത്തിൽ പോയി, ഞാൻ എല്ലാ ദിവസവും ദൈവാലയത്തിൽ പോകുന്നതല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ, പിന്നെ എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വേദനകൾ നൽകുന്നത്? ഞാനും നിങ്ങളുമെല്ലാം പല പ്രാവശ്യം ദൈവത്തെ കുറ്റപ്പെടുത്തിയവരാണ്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അതെല്ലാം കണ്ടു തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. മത്സരമുള്ളവരെ, അച്ഛൻ്റെ ജീവിതത്തിലെ, അച്ഛൻ്റെ കുടുംബത്തിലെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മമ്മി ഒരു രോഗത്തിൻ്റെതായ അവസ്ഥയിലൂടെ കടന്നു പോവുകയും കൈടേക്കാലിൽ മസിൽസ് ചുരുങ്ങി പോകുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ്. അതിന് മരുന്നൊന്നും ഒത്തിരി കണ്ടുപിടിച്ചിട്ടില്ല. എൻ്റെ പപ്പ എൻ്റെ മമ്മിയെ കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല, ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ മമ്മി ഒരു ദിവസം എൻ്റെ പപ്പയോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, എന്നെ ഇനി ചികിത്സിക്കണ്ട എന്ന് പറഞ്ഞത്. പപ്പ സങ്കടത്തോടെ ചോദിച്ചു, എന്തിനാ? സാമ്പത്തികപരമായിട്ടെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്താണ് ഗുണമുള്ളത്? അപ്പൊ പപ്പ പറഞ്ഞു, സാരമില്ല, ഇതെല്ലാം നമുക്കൊരു ദൈവം നൽകുന്ന അനുഗ്രഹമല്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞ വാക്കിങ്ങനെയാണ്, എല്ലാ ദിവസവും ദൈവാലയത്തിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇതിനുള്ള മരുന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്, എനിക്കത് മതിയെന്ന്. കഴിഞ്ഞ 32 വർഷമായിട്ട് എൻ്റെ മമ്മി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപികയാണ്. ഇപ്പോഴും മമ്മി ദൈവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മമ്മിയെ കൈപിടിച്ചു കൊണ്ടുപോയി വാഹനത്തിൽ ഇരുത്തി പള്ളിയിലേക്ക് കൊണ്ടുപോകും. വിശുദ്ധ ആരാധന കഴിഞ്ഞ് അവിടെ ഇരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വേദവചനങ്ങളൊക്കെ പകർന്നു കൊടുത്ത് മമ്മിയുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മമ്മി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മമ്മി പറ്റില്ലെങ്കിൽ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു, ഈ കുനിയായ സ്ത്രീ പോയതുപോലെ എൻ്റെ അമ്മ പറഞ്ഞ വാക്കിങ്ങനെയാണ്, അവിടെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അച്ഛൻ എല്ലാ ദിവസവും ഏതെങ്കിലും ഭാഗത്തിലൂടെ അച്ഛൻ വായിക്കുന്നുണ്ടല്ലോ, അനേകം മക്കൾ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു യേശുദമ്പുരാനുണ്ട് എന്ന്, പിന്നെ എന്തിനാച്ചാ എന്നോട് ഈ ചോദിക്കുന്നതെന്ന് എൻ്റെ മമ്മി എന്നോട് എനിക്ക് ചോദിച്ചിട്ടുണ്ട്. ദൈവമുള്ളവരെ ഓർമ്മപ്പെടുത്തിയത്, ദൈവാലയം എന്ന് പറയുന്നത് സൗഖ്യം പ്രദാനം ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണ് ദൈവാലയത്തിന്റെ പ്രത്യേകത. ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവാലയം. വാത്സല്യമുള്ളവരെ, ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ആരാധനയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് മടങ്ങി പോകുമ്പോൾ അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിച്ച് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി പ്രധാന വാതിൽ വഴി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ആരും ഒരു ക്രിസ്ത്യാനിയായിട്ടല്ല പോകുന്നത്, മറിച്ച് ഒരു ക്രിസ്തുവായിട്ട് തന്നെയാണ് ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുനിയായ സ്ത്രീയുടെ ജീവിതം പഠിക്കുമ്പോൾ അവളുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം. 18 വർഷമായിട്ട് ഒരുവന്റെ മുഖത്ത് നോക്കുവാൻ സാധിക്കാതെ കുനിഞ്ഞു നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കിയതായ
ഒരു മകളുടെ കണ്ണുനീരിനെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായി കുനിയായുടെ ജീവിതം പഠിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ പകയില്ല, അവളുടെ ജീവിതത്തിൽ പ്രതികാര മനോഭാവമില്ല, അവളുടെ ജീവിതത്തിൽ വെറുവെറുപ്പില്ല, അവളുടെ ജീവിതത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ദേവാലയത്തിൽ ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്? നമ്മുടെ മനസ്സും ഹൃദയവും വിശുദ്ധീകരിച്ചാണോ ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്? നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനകളും നമ്മൾ അനുഭവിച്ചതായ കുർബാനയുമെല്ലാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിനുടമയായി തീർന്നാണോ ഇവിടെ ഇരിക്കുന്നത്? കുനിയായ സ്ത്രീയെ പോലെ വെറുവെറുപ്പില്ലാതെ, പരാതികളില്ലാതെ, പരിഭവമില്ലാതെ, മറ്റൊരുവിനോട് ദേഷ്യമില്ലാതെ, പകയില്ലാതെ ആയിത്തീരണമെന്നാണ് ഈ ദിവസങ്ങളിലെ ഏതെങ്കിലും ഭാഗത്തിലൂടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവളുടെ കണ്ണുകൾ, അവളുടെ കാതുകൾ, അവളുടെ കൈകൾ, അവളുടെ കൈകാലുകൾ, ശരീരം മുഴുവനും ദൈവത്തെ സ്തുതിച്ചതായിരുന്നുവെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്സരമുള്ളവരെ, ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ആരാധനാലയത്തിൽ വരുന്നതായ സാഹചര്യങ്ങൾ, സമയങ്ങളൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. കുറച്ച് നാളുകൾ മുമ്പ് കോഴിക്കോട് മദ്രാസിൽ കൺവെൻഷൻ നടക്കുമ്പോൾ അവരെന്നെ അവിടെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. ഞാൻ അവിടെ പോകുന്നതായ സമയത്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഭാര്യ നല്ല വസ്ത്രമൊക്കെ തേച്ച് എനിക്ക് തന്നു, ആഹാരമൊക്കെ തന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, നല്ലൊരു ഷൂ ഇട്ട് പോകാമെന്ന് ചിന്തിക്കുകയും ഞാൻ എൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഞങ്ങളുടെ വിവാഹത്തിന് മേടിച്ചതായ ഷൂ വളരെ മനോഹരമായി പോളിഷ് ചെയ്ത് ഒരു കൂട്ടിലാക്കി. ഞാനേറെ സന്തോഷത്തോടു കൂടി അവളോട് പറഞ്ഞു, ഒന്ന് ഷൂ ഇട്ട് പോയാലോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു നല്ലതാണ്. ഞാൻ ആ ഷൂ ഒക്കെ ധരിച്ച് ആലുവ വരെ എൻ്റെ വണ്ടി ഓടിച്ച് അവിടെ ചെന്നു, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, ട്രെയിൻ കയറി, അതിനുശേഷം പതുക്കെ യാത്ര പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ചാലക്കുടി കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഷൂവിൻ്റെ അടിഭാഗം പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. 2 വർഷമായി അത് ഉപയോഗിച്ചിട്ട്. പ്രിയമുള്ളവരെ, രണ്ട് ഷൂവിൻ്റെയും അടിഭാഗം ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. എനിക്ക് ആകെ സങ്കടമായി. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ പോകണം? ഞാൻ ട്രെയിനിലായതുകൊണ്ട് ശാന്തമായി മിണ്ടാതെ, ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാതെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. കോഴിക്കോട് ചെന്ന് ട്രെയിൻ ഇറങ്ങി ഞാൻ എൻ്റെ കാലിങ്ങനെ വലിച്ചു പോവുകയാണ്. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഞാനിങ്ങനെ ചെന്നു റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു അച്ഛനെ വിളിച്ചു. അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ വന്നു, ബൈക്കുമായിട്ട് വന്നു. ഞാൻ പതുക്കെ സൈഡിലേക്ക് മാറി എൻ്റെ ഷൂ ഊരിയിട്ട് കളഞ്ഞു. ഞാൻ സോക്സ് മാത്രം ഇട്ടിട്ട് അച്ഛൻ്റെ ബൈക്കിൽ കയറിയിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛാ ഒരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ കോഴിക്കോടുള്ളതായ മിഠായി തെരുവ്, അങ്ങനെ എങ്ങനെയാണോ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ സൂപ്പർ മാർക്കറ്റുകളും കടകളുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ അതിൻ്റെ ആരംഭം മുതൽ ഞാനും അച്ഛനും കൂടി നടക്കുവാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ്? ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി. അതിൻ്റെ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ 1 കിലോമീറ്റർ നടന്നപ്പോഴും ഒരു ചെരുപ്പ് കട പോലും തുറന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, അച്ഛാ, ഈ കടകളെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായ ആളുകളുടെ കടയാണ്. ഇന്ന് വെള്ളിയാഴ്ചയല്ല ദിവസം, അതുകൊണ്ട് ഇന്ന് തുറക്കില്ല. പ്രിയമുള്ളവരെ, എന്നെ ഏറെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരും ആ ഷട്ടർ താത്തിയിട്ടുകൊണ്ട് കച്ചവടം ചെയ്യാൻ ഒരുങ്ങിയില്ല. അവർ പ്രാർത്ഥിക്കുവാനായിട്ട് അവരുടെ ദേവാലയത്തിലേക്ക് പോയി. ഇന്ന് പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം ഇരട്ടി ശമ്പളം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഞായറാഴ്ച ദിവസം നല്ലൊരു വിവാഹ ശുശ്രൂഷ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നമ്മുടെ ബന്ധുമിത്രാദികളുടെയോ ചാർച്ചക്കാരുടെയോ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഓടി പോകുന്നുണ്ട്. മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച്, മനോഹരമായ സൗന്ദര്യ ആകരണ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ കടപ്പെട്ട ദിവസം നമ്മൾ ആരെങ്കിലും ദേവാലയത്തിലേക്ക് ഓടിപ്പോകുവാൻ സാധിക്കുന്നുണ്ടോ? ഹൈറേഞ്ചർ സേനാപതിയിലുള്ള ഒരു മനുഷ്യനുണ്ട്, സുരേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അവൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 അടി പൊക്കം അവനുള്ളൂ. അവനെ കൂന് വന്നിട്ട് അവൻ അങ്ങനെ നടക്കും. പ്രിയമുള്ളവരെ, അവനൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ അമ്പലത്തിൽ ഭജനമായിരിക്കും. അതിനുശേഷം അവൻ വിളിച്ച് ഞാൻ ചോദിച്ചു, എടാ, നിനക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. അന്ന് ഞാൻ ചെമ്മാശ, എനിക്ക് കൂനല്ലേ തന്നിട്ടുള്ളൂ, പക്ഷെ ദൈവം എനിക്ക് പാടുവാനുള്ള സൗന്ദര്യമുള്ള നാവ് തന്നിട്ടുണ്ട്. അവൻ പറഞ്ഞ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും,
എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ഓടിച്ചെല്ലേണ്ട ഒരു സ്ഥലമുണ്ട്, ദേവാലയം. ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് നോക്കുവാൻ സാധിക്കണം. നമ്മൾ ദേവാലയത്തിലേക്ക് വന്ന് വലിയ ശബ്ദത്തിലോ വലിയ കോലാഹലത്തിലോ ഉച്ചസ്വരത്തിലോ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. മൗനമായി ഒരു മിനിറ്റ് സമയം ദേവാലയത്തിൽ ചെലവഴിച്ചാൽ, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലുള്ളവരെ, 1 കൊരിന്ത്യർ 3:16 പഠിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം വസിക്കും. ഞാനായിരിക്കുന്നതായ ജീവിതം, ഞാനായിരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരത്തിൽ ആ പൊന്നുതമ്പുരാൻ വസിക്കുമെന്ന് വിശുദ്ധ വേദഭാഗം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ശുദ്ധിയുള്ളവരായി ജീവിച്ചുകൊണ്ട് എൻ്റെ യേശുതമ്പുരാനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് വായിച്ചു കേട്ട ഏതെങ്കിലും ഭാഗത്തിന്റെ നടുഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഇന്ന് പലപ്പോഴും സംഘാന പ്രമാണിയുടെ ഒരവസ്ഥയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുതമ്പുരാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, 6 ദിവസമുണ്ടല്ലോ, ഈ 7-ാം ദിവസം ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ഇതെന്താണ് ചെയ്യുന്നത്? യേശുതമ്പുരാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വചനം നമ്മൾ വായിച്ചിട്ടല്ലോ, യേശുതമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ശാബത്തിൽ തന്റെ കാളകളെയോ കഴുതകളെയോ തൊഴുത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി കുടിപ്പിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളും അങ്ങനെ തന്നെയാണ്. ദേവാലയത്തിലേക്ക് ഓടി വരും, ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പല പല കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. പ്രിയമുള്ളവർ, സംഘാലയ പ്രമാണിയെ പോലെയാണോ ഞാനും നിങ്ങളുമെന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിവിടെയുള്ള കാര്യമല്ല പറഞ്ഞത്, ലോകം മുഴുവനും ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. ഞാനിങ്ങനെ കർത്തവ്യമായോ അല്ലെങ്കിൽ മനോഹരമായ കാപ്പയൊക്കെ ധരിച്ചുകൊണ്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സിലും നല്ല ചിന്തകളും നല്ല തീരുമാനങ്ങളുമാണോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ദേവാലയം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ആലയമാണ്. ദേവാലയം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ആലയമാണ്. ദൈവാലയം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തിന്റെ ചിത്രമുള്ള സ്ഥലമാണ് ദേവാലയം. അതുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവുമെല്ലാം ശുദ്ധമാക്കുവാൻ നമുക്ക് സാധിക്കണം. സ്വർണ്ണനാമകാരനായ വിശുദ്ധനായ മറിമാനിയോസ് പറയുന്നുണ്ട്, ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതിബിംബമാണ് മനുഷ്യൻ, നാം മൺപുറ്റുകൾ പോലെയാണ്. ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായ പ്രതിബിംബമായ മനുഷ്യൻ വെറും മൺപുറ്റ് മാത്രമാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചലിച്ചാൽ അത് ഉടഞ്ഞു പോകാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളാരും ഒന്നും തികഞ്ഞവരല്ല, നമ്മളാരും ഒന്നും നേടിയവരല്ല, നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. മൺപുറ്റ് പോലെ വളർന്നു വരുന്നതായ മനുഷ്യ ശരീരം ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിവെച്ചില്ലെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് ചാഞ്ചാടി കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അടർന്ന് തരിപ്പണമായി തീരുന്നതായ ഒരു സാഹചര്യമാണ് എന്ന് നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഏതനുഷ്ഠാനവും മറ്റുള്ളവർക്ക് പ്രചോദനകരമായി തീരണം. അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ആയിത്തീരണം. ഈ വലിയ നോമ്പിന്റെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛനൊരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചതാണ്, ആരും അതിന്റെ ഉത്തരം നൽകേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെങ്കിലും നോമ്പ് നോക്കിയവരാണ്. എന്താണ് നോമ്പ്? നമ്മുടെ കുമ്പിളിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എവിടെയാണ്? അതിന്റെ പ്രയോജനം എവിടെയാണ്? തീർന്നിട്ടില്ല, വൈകിട്ടില്ല, ഇനിയും ദിവസങ്ങളുണ്ട്, ഇനിയും തീരുമാനമെടുക്കുവാനുള്ള ദിവസമാണ്. കർത്താവേ, ഈ വലിയ നോമ്പിൽ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് സത്യസന്ധമായിട്ടൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല, സത്യസന്ധമായി ഒന്ന് നോമ്പ് നോക്കുവാൻ സാധിച്ചില്ല, സത്യസന്ധമായി ഒന്ന് ഉപവസിക്കാൻ സാധിച്ചിട്ടില്ല. കർത്താവേ, ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? മെൽബൺ സെന്റ് ജോർജ് പള്ളിയിൽ കഴിഞ്ഞ 3 രാത്രികാലം വചനോത്സവം എന്ന് പറയുന്നതായ ഒരു പ്രോഗ്രാം ക്രമീകരിച്ചു. അനേകം ആളുകൾ വന്ന് ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചു, വചനം കേട്ട് പഠിച്ചു, സന്തോഷമായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അച്ഛനൊന്ന് ചോദിക്കട്ടെ, ഈ വലിയ നോമ്പിന്റെ 5ാമത്തെ ഞായറാഴ്ച ദിവസം ഈ പ്രഭാതത്തിൽ ഈ 11:30 മണി സമയത്ത് ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ? കർത്താവേ, ഞാനൊന്ന് തിരിഞ്ഞു വരാം. തീർന്നില്ല, 2 ആഴ്ച കൂടിയുണ്ട്. കർത്താവിന്റെ പീഡാസനം വരുന്നു. മുൻപൊരാഴ്ച ഞാൻ നോമ്പ് നോക്കിക്കൊള്ളാം, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം, ഞാൻ എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിച്ചു കൊള്ളാമെന്ന്
തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് കൂനിയായ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവൾ ആരാധനയുടെ ഭാഗമായിരുന്നു. ഇവൾ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ വന്നവളായിരുന്നു. ഇവൾ ആരാധനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചവളായിരുന്നു. നമ്മൾ പ്രകാരമായി തീരണം. രണ്ടാമതായിട്ട് ദേവാലയം എന്ന് പറയുന്നത് സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ ഭാഗമല്ല ഞാൻ അതൊന്നും ഓർമ്മിച്ചതാണ്. ദൈവമുള്ളവര് എന്തിനാ പള്ളിയിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സൗഖ്യവും സന്തുഷ്ടിയും സമാധാനവും ഒഴുകുന്ന ഒരു പൂർണ്ണ അരുവിയാണ് ഈ പുണ്യപ്പെട്ട ദേവാലയം. അത് നമ്മളാരും മറന്നു പോകരുത്. സങ്കീർത്തനക്കാരൻ 127 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. സങ്കീർത്തനക്കാരൻ 27 അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ മനോഹരത്തെ കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവന്റെ ആയുഷ്കാലം ഒക്കെയും എൻ്റെ യേശുവിന്റെ സന്നദ്ധിയിൽ നമുക്ക് ചേർന്നിരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലുള്ളവരെ, നമ്മുടെ കുർബാന അനുഭവം, നമ്മുടെ ആരാധന ഇന്ന് എവിടെ വരെ എത്തി? നമ്മൾ ഇന്ന് ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മളെല്ലാം വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുമ്പോൾ പുരോഹിതൻ ദർഗായിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. നമ്മുടെ ബോധവും വിചാരവും ഹൃദയമൊക്കെ എവിടെ ഇരിക്കണം? എവിടെ ഇരിക്കുന്നു? വീട്ടിലാണോ? വീട്ടിലാണോ? ജോലി സ്ഥലത്താണോ? അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ദേഹത്താണോ? ജീവിത പങ്കാളിയുടെ അടുത്താണോ? നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളൊക്കെ ദൈവമായ കർത്താവിലേക്ക് ചേർത്ത് വെക്കണമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തെ അനുഭവിക്കുവാനും ദൈവത്തെ ദർശിക്കുവാനും ആ സ്വർഗീയമായ നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് ചേർന്നിരിക്കുവാനും സാധിക്കണം. കർത്താവിന്റെ പീഡാസഹനത്തിന്റെ നാളുകളിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നവരായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പള്ളിയിൽ എല്ലാവരും അവസാനിച്ചോ എന്ന് ചോദിച്ചു. അച്ഛൻ സാധാരണ തുറന്നു പറയുന്ന ആളല്ലോ. അച്ഛനൊന്നും പറഞ്ഞില്ല, മൗനമായിരുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസം ഞാൻ കുമ്പസാരിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടും ഞാൻ കുമ്പസാരിച്ചതാകെ 5-6 പേരെയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട എൽദോസച്ചനും ഈ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വേദഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നത്, കർത്താവിന്റെ പീഡാസഹനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും കുമ്പസാരിച്ച് പാപമോചനം പ്രാപിക്കുന്ന മക്കളായിത്തീരണം. ജീവിതത്തിൽ പലരും കുമ്പസാരിക്കാൻ വരുന്ന സമയം എപ്പോഴാ? കുമ്പസാരിക്കണോ വേണ്ടയോ? എത്ര കുമ്പസാരമുണ്ട്? എന്താ കുമ്പസാരം എന്ന് പോലും ഇന്നത്തെ കാലത്ത് ആർക്കും അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം തോന്നുന്നു. ഓസ്ട്രേലിയൻ നിയമം അനുസരിച്ച് കുമ്പസാരത്തെ പറ്റി അച്ഛന്മാരെത്തി റസീദ് പറഞ്ഞാൽ തീർന്നല്ലേ, അച്ഛൻ്റെ പണി തീരും. ഞാൻ എൻ്റെ പള്ളിയിൽ ഒരാഴ്ച ഞാൻ പറഞ്ഞു, എല്ലാവരും കുമ്പസാരിക്കണോട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ കട്ടിയായിട്ട് പറഞ്ഞു. നാട്ടിലെ ആ സ്വഭാവം വെച്ചിട്ട് പറഞ്ഞതാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ എന്നോട് സ്നേഹത്തോട് പറഞ്ഞു, അച്ഛോ കുമ്പസാരിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അച്ഛൻ ശ്രദ്ധിച്ചോളോട്ടോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അതിവിടുത്തെ നിയമം. പക്ഷേ ഞാൻ നിങ്ങളും മറന്നു പോകാതെ മനസ്സിൽ ചേർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. ഒരു പുരോഹിതന്മാരും പറഞ്ഞു ചെയ്യിക്കേണ്ട നല്ല കുമ്പസാരം, ദൈവത്തിന്റെ സന്നദ്ധിയിൽ വന്ന് ഏറ്റുപറഞ്ഞ് മനസ്സ് ശുദ്ധീകരിച്ച് മടങ്ങി പോകേണ്ട ഉത്തരവാദിത്തമാണ് കുമ്പസാരം എന്ന് കാണുന്നുണ്ട്. അത് ചോദിച്ചു വയ്ക്കട്ടെ നിങ്ങളോട്, എത്ര തരത്തിലുള്ള കുമ്പസാരമുണ്ട് നമ്മുടെ സഭയിൽ? കുമ്പസാരം ഉണ്ടോ? ഉണ്ട്. എത്ര കുമ്പസാരമുണ്ട്? എത്ര കുമ്പസാരമുണ്ട്? ആർക്കും അറിയില്ലേ? എണ്ണം അറിയില്ല? ഇല്ല എന്ന് അച്ഛൻ പറയാം. ശരിയാണോ നിങ്ങൾ പറഞ്ഞോട്ടോ, എൻ്റെ തെറ്റായിരിക്കാം, എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം. 4 തരത്തിലുള്ള കുമ്പസാരം നമ്മുടെ സഭയിലുണ്ട്. ലിജോച്ചൻ നോക്കുന്നുണ്ട്, പുറത്തേക്ക് പറയാൻ അച്ഛൻ്റെ മുഖം നോക്കാണ്. 4 തരത്തിലുള്ള കുമ്പസാരം നമ്മുടെ സഭയിൽ കാണുന്നുണ്ട്. ഒന്നാമത്തെ കുമ്പസാരം എന്താ? ആണ്ട് കുമ്പസാരം. ഉണ്ടോ? ആണ്ട് കുമ്പസാരം ഉണ്ട്. നമ്മളെല്ലാവരും ഈ സമയങ്ങളിൽ ഞാൻ കുമ്പസാരിക്കാമെന്ന് പറഞ്ഞ് ഓടി വരുന്ന സമയമാണ് ആണ്ട് കുമ്പസാരം, അല്ലേ? രണ്ടാമതൊരു കുമ്പസാരമുണ്ട്, നിങ്ങളെല്ലാവരും കുമ്പസാരിച്ചിട്ടുണ്ടാകും. കെട്ട് കുമ്പസാരം. ഉണ്ടോ? കുമ്പസാരിച്ചവരാണോ? അച്ഛൻ വിവാഹം നടത്തി തരണമെങ്കിൽ ആദ്യം ചോദിക്കും, കുമ്പസാരിച്ചോന്ന് ചോദിക്കും, അല്ലേ? ചോദിക്കില്ലേ? മൂന്നാമതൊരു കുമ്പസാരമുണ്ട്, ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്താ പറയുക? ഓട്ട് കുമ്പസാരം. കേട്ടിട്ടില്ലേ?
പൊതുയോഗത്തിലിരുന്ന് 4 വർത്താനം പറയണമെങ്കിൽ, പൊതുയോഗത്തിലിരുന്ന് 2 അഭിപ്രായം പറയണമെങ്കിൽ കുമ്പസാരിച്ചിട്ട് ആ പേര് അച്ഛനെ എഴുതി കൊടുക്കണം. അതാണ് വോട്ട് കുമ്പസാരം. നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിലില്ലേ? നിങ്ങളൊക്കെ അവിടെ തന്നെ പറഞ്ഞേക്കാം, പല പള്ളികളിലുണ്ട്. 4ാമത് കുമ്പസാരമുണ്ട്, സാധാരണ കുമ്പസാരം. എന്താണെന്നറിയാമോ? രാവിലെ പള്ളി വന്നു കഴിയുമ്പോൾ ആരെങ്കിലും അച്ഛൻ മുമ്പിൽ നിന്ന് മുട്ടുമേ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുമ്പസാരിച്ചേക്കാം, അല്ലേ? അങ്ങനെ കുമ്പസാരമുണ്ട്, സാധാരണ കുമ്പസാരം. പ്രിയമുള്ളവരെ, പരിശുദ്ധ സുറിയാനി സഭയിൽ 4 അല്ല 10 അല്ല 20 അല്ല ഒട്ടും കുമ്പസാരമില്ല. ഒരേ ഒരു കുമ്പസാരം മാത്രമേ സുറിയാനി സഭയിലുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടി പുരോഗതി മുമ്പാകെ മുട്ടുമേൽ നിന്നുകൊണ്ട് ഏറ്റുപറയുന്ന ഒരേ ഒരു കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുകയല്ലേ, അല്ലേ? എങ്ങനെ കുമ്പസാരിക്കേണ്ടത്? എന്താ കുമ്പസാരം എന്ന് പറയുന്നത്? ദൈവസ്നേഹത്തിന്റെ കൂദാശയാണ് കുമ്പസാരം, അനുരഞ്ജനത്തിന്റെ കൂദാശയാണ് കുമ്പസാരം, സഹോദരനോട് ലഭ്യമാകുന്ന കൂദാശയാണ് കുമ്പസാരം, സ്വർഗം സന്തോഷിക്കുന്ന കൂദാശയാണ് കുമ്പസാരം, കരുണയുടെ കൂദാശയാണ് കുമ്പസാരം, കണ്ണുനീരിന്റെ കൂദാശയാണ് കുമ്പസാരം. അപ്പൊ എങ്ങനെ കുമ്പസാരിക്കേണ്ടത്? കണ്ണുനീരോടുകൂടി കുമ്പസാരിക്കണം നമുക്ക് സാധിക്കണം. നോമ്പിന്റെ നമസ്കാരത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞതാ, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? ബലികളിൽ നിന്ന് നിരമനസ്സായില്ല, ഹോമബലികളിൽ നിന്ന് നിരപ്പായിരുന്നില്ല, ദൈവത്തിന്റെ ബലികൾ താഴ്ന്ന ആത്മാവുന്നു, ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുകയില്ല. നമ്മൾ വായിക്കുന്നില്ല? നോമ്പിന്റെ പ്രാർത്ഥനയുണ്ട്. തന്റെ മുഖം കണ്ണുനീരുകളാൽ നനയുമ്പോഴും കഷ്ടത നിറഞ്ഞ ലാഭത്തോടെ കരച്ചിലാൽ മായടക്കപ്പെടുമ്പോഴും പാപി പ്രാർത്ഥന ചൊല്ലാറില്ലേ? പാപി സ്നേഹിക്കപ്പെട്ടവനായി, ഒരു പാപി സ്നേഹിക്കപ്പെട്ടവനായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. മത്സരമുള്ളവരെ ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണുനീരോടും വേദനയോടും കൂടി ദൈവത്തിന്റെ നിരസനതയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തോട് ചോദിക്കണം, മാപ്പ് ചോദിക്കണം. കർത്താവേ, ഈ ദിവസം വരെ വഴി നടത്തി കർത്താവിന്റെ പീഡാസഹനത്തിലേക്ക് ഞാൻ നിങ്ങൾ ചേർന്ന് വരികയാണ്. ആ പീഡാസഹനത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണം. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. നല്ല സ്വഭാവവും നല്ല ജീവിതവും നയിക്കുവാൻ പ്രാർത്ഥനാക്കണം. പുരോഗതിന് മുമ്പാകെ, ദൈവത്തിന് മുമ്പാകെ, വെല്ലുവിളിത്തിന് മുമ്പാകെ ചെയ്തുമായ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളുമെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് അവൻ്റെ ക്രൂശിനോട് ചേർന്ന് നിന്നുകൊണ്ട് കുറേനക്കാരനായ ശീമോൻ അവൻ്റെ ക്രൂശ് വഹിച്ചതുപോലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയപ്പോൾ അവൻ ഓടി വന്നതുപോലെ നമ്മൾ ഓടിപ്പോകാതെ അവനെ ക്രൂശിക്കുക എന്ന് പറയാതെ അവൻ്റെ ക്രൂശിനെ എടുത്ത് താങ്ങിക്കൊണ്ട് അവനെ സഹായിച്ചുകൊണ്ട് അവരോട് ചേർന്നിരിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഉറപ്പെടുത്തിക്കൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ കുനിയായ സ്ത്രീ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹം പ്രാപിച്ചതുപോലെ നമുക്ക് ദൈവാലയം വിട്ടുപിരിയാതെ ദൈവത്തോട് ചേർന്നുകൊണ്ടുകൊണ്ട് മധ്യസ്ഥയായിരിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു വാക്ക് നന്ദി പറയുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഈ ദേവാലയത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ലിജുവച്ചൻ, ഈ സെമിനാരിയിൽ എന്നെ 2 വർഷക്കാലം പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട ലിജുവച്ചൻ. അച്ഛനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാനത് ഏൽക്കുകയായിരുന്നു. ഞാൻ വന്നിട്ട് 2 മാസമായുള്ളൂ. എൻ്റെ പള്ളിയിൽ ഞാനത് പറഞ്ഞപ്പോൾ പള്ളിക്കാരെ ഏറെ സന്തോഷത്തോടു കൂടി എന്നെ വിടുകയാണ് ചെയ്തത്. ഇവളവരെ എന്നെ ദേവാലയത്തിൽ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ലിജുവച്ചനോടും ഈ ദേവാലയത്തിലെ ഭരണസമിതി അംഗങ്ങളോടും നിങ്ങളെല്ലാവരോടുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുമ്പോൾ തന്നെ ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരായ ഗീവസ് അച്ഛനോടും എൽദോസ് അച്ഛനോടും അതുപോലെ തന്നെ ഡെന്നിസ് അച്ഛനോടും എല്ലാവരോടും, പ്രത്യേകിച്ച് മദ്ബഹാശുശ്രൂഷകരുടെ കോയിലിൽ മനോഹരമായ പാട്ട് പാടുന്ന ഗായക സംഘം, ഈ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവരോടും ഈ ദിവസങ്ങളിൽ വചനസന്ധ്യയിൽ സന്ധ്യാസമയത്ത് സമയം കണ്ടെത്തി കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ശുശ്രൂഷ മേഖലകളിലും